ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നൊരു അടിപൊളി കേക്ക് റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കേക്ക് റെസിപ്പിയാണ്. ഓവനൊന്നും ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് നല്ല ടേസ്റ്റി എഗ്ഗ്ലെസ് കേക്ക് റെഡിയാക്കി എടുക്കാം. ഞാനിത് ടീച്ചേഴ്സ് ഡേ സ്പെഷ്യൽ കേക്കായിട്ടാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഈ ഒരു അടിപൊളി കേക്ക് റെഡിയാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഞാനിവിടെ കേക്ക് ബേക്ക് ചെയ്യാനുള്ള പാത്രത്തിൽ ബട്ടർ പേപ്പർ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വാനില ഫ്ലേവറിൻ്റെ പ്രീമിക്സാണ് എടുത്തിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഞാനിവിടെ ഒരു ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് വാനിലയുടെ പ്രീമിക്സ് 2 കപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. 2-2.5 കപ്പോളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പ്രീമിക്സ് ബൗളിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു കേക്ക് പിസ്ത ഫ്ലേവറിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു 3-4 ടേബിൾ സ്പൂൺ പാലെടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് യൂസ് ചെയ്യണത്. കേക്കിന് ആ ഒരു പിസ്തയുടെ കളറും ഒരു ഫ്ലേവറും കിട്ടാൻ വേണ്ടി ടൈഗറിൻ്റെ പിസ്ത മിക്സിൽ നിന്ന് ഒരു 2 ഡ്രോപ്സ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് പ്രീമിക്സിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ബാറ്റർ റെഡിയാക്കി എടുക്കാം. ബാറ്റർ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു 3/4 ഗ്ലാസ് വെള്ളത്തോളം ഞാനിവിടെ ബാറ്റർ മിക്സ് ചെയ്യാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ബട്ടർ പേപ്പർ വെച്ച് സെറ്റ് ചെയ്തിട്ടുള്ള കേക്ക് ടിന്നിലോട്ട് ബാറ്റർ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാത്രത്തിൽ നമ്മളൊരു 30-35 മിനിറ്റ് ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. നമ്മൾ ബാറ്റർ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു സ്റ്റിക്ക്, ചെറിയൊരു ഇതേപോലത്തെ ഒരു സ്റ്റിക്ക് വെച്ച് നന്നായിട്ടൊന്ന് എല്ലാ സ്ഥലവും ഒന്ന് ഈവനായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് 30-35 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് നന്നായിട്ട് ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കിതേപോലെ ഒരു സ്റ്റിക്ക് വെച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഒട്ടും നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട്, ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. അപ്പോൾ നമുക്കിത് തണുക്കാൻ വേണ്ടി വെക്കാം. കേക്ക് തണുക്കുന്ന സമയത്ത് വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഷുഗർ സിറപ്പ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ കേക്ക് തണുത്തതിന് ശേഷം വേറൊരു പ്ലേറ്റിലോട്ട് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കൂടുതൽ ഹൈറ്റിലല്ല ഈ കേക്ക് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് 2 ലെയറായിട്ടാണ് ഞാൻ ഈ കേക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഹൈറ്റുള്ള കേക്ക് വേണമെങ്കിൽ അപ്പോൾ അതനുസരിച്ച് പ്രീമിക്സ് നമ്മൾ എടുക്കുമ്പോൾ അതനുസരിച്ച് കൂടുതൽ എടുക്കണം. അപ്പോൾ ഈ ഒരു ഹൈറ്റിൽ 2 ലെയറാണ് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഈ കേക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കൊന്ന് സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ കേക്ക് സെറ്റ് ചെയ്യാനുള്ള കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബോർഡിലോട്ട് നമ്മൾ അല്പം വിപ്പിംഗ് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ കേക്ക് കറക്റ്റ് ആ ഒരു പ്ലേസിൽ ഇരിക്കത്തില്ല. അപ്പോൾ അതിന് വേണ്ടി കറക്റ്റായിട്ട് ഇരിക്കാൻ വേണ്ടി നമ്മളൊരു അല്പം വിപ്പിംഗ് ക്രീം ബോർഡിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ലെയറിൽ നിന്ന് ആദ്യത്തെ ലെയർ നമുക്ക് കേക്കിലോട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഷുഗർ സിറപ്പിൽ ഒരല്പം ഒരു 2-3 ടേബിൾ സ്പൂൺ നല്ല തണുത്ത പാലും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ പാലിൽ ആ ഒരു പിസ്തയുടെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഒരു 2-3 ഡ്രോപ്പ് പിസ്ത ഫ്ലേവറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് നന്നായിട്ട് ഈ കേക്ക് വെറ്റ് ചെയ്തെടുക്കുന്നത്. കേക്ക് നന്നായിട്ട് വെറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം ഫസ്റ്റ് ലെയറിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് കാഷ്യൂനട്ട് ക്രഷ് ചെയ്തതും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറച്ചൊരു പിസ്ത ഫ്ലേവർ ക്രീമിൽ ഒന്ന് വരാൻ വേണ്ടി ഞാൻ ഇതേപോലെ പാലറ്റ് നൈഫിൽ ഒരല്പം പിസ്തയുടെ ഒരു 1-2 ഡ്രോപ്സ് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മുകളിൽ നമ്മൾ വൈറ്റ് ഭാഗത്ത് വിപ്പിംഗ് ക്രീം തേച്ച ആ ഭാഗത്ത് ഇതേപോലെ ഒന്ന് എല്ലാ സ്ഥലത്തും ഒന്ന് അങ്ങും ഇങ്ങും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രീമിൽ പിസ്ത ഫ്ലേവർ ആഡ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ലെയർ ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാതെ ഈ ഒരു കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് ഒരല്പം 1-2 ഡ്രോപ്സ്, കാരണം ആ വൈറ്റ് ക്രീമിൻ്റെയും പിസ്ത ഫ്ലേവറിൻ്റെ 2 ഫ്ലേവറും വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ ചെയ്തത്. ഇനി ഇതിൻ്റെ മുകളിൽ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ട് എല്ലാ ഭാഗത്തും എത്തക്കത്ത രീതിയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് കുറച്ച് ഗ്രേറ്റ് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ലാസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിൽ നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുള്ള ആ പാലിൻ്റെ ഷുഗർ മിക്സ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വിപ്പിംഗ് ക്രീം വെച്ച് മൊത്തത്തിൽ ഫുള്ളായിട്ടൊന്ന് ക്രീം കോട്ടിങ് ചെയ്തെടുക്കാം.
ഇപ്പോൾ ക്രീം കോട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വയ്ക്കാം. ഒരു 10-15 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വയ്ക്കാം. ക്രം കോട്ടിംഗ് എല്ലാം ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ഐസിങ് ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ അല്പം വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ഒരു പീച്ച് കളറാണ് ഫൈനൽ ലെയർ കൊടുക്കുന്നത്. അപ്പോൾ അതിലോട്ട് ഒരു ഡ്രോപ്പ് യെല്ലോ കളറും ഒരു ഡ്രോപ്പ് റെഡ് കളറും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് നല്ല അടിപൊളി ഒരു ലൈറ്റ് ഒരു പീച്ച് കളർ കിട്ടും. അപ്പോൾ കുറച്ചും കൂടെ കളർ വേണമെങ്കിൽ നമ്മൾ ഇത് ഒരു ഡ്രോപ്പ് എന്ന് പറയുന്നത് ഈ 2 ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല ഡാർക്കായിട്ടുള്ളൊരു പീച്ച് കളർ കിട്ടും. ഞാനിവിടെ ഒരു ലൈറ്റ് പീച്ച് കളറാണ് യൂസ് ചെയ്യണത്. അപ്പോൾ അതുകൊണ്ട് ഒരു ഡ്രോപ്പ് യെല്ലോയും ഒരു ഡ്രോപ്പ് സൂപ്പർ റെഡും കൂടെയാണ് യൂസ് ചെയ്യണത്. അപ്പോൾ രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു പീച്ച് കളർ കിട്ടും. അതാണ് ഞാനിവിടെ ഫൈനൽ ലെയറായിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് കളർ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സെക്കൻഡ് ലെയറായിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സെക്കൻഡ് ഐസിങ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു സ്ക്രാപ്പർ വെച്ച് നന്നായിട്ടൊന്ന് മോൾ ഭാഗമെല്ലാം ഒന്ന് ഫിനിഷിങ് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാൻ സൈഡിൽ 6 ആക്ക് ഉള്ള ഒരു സ്ക്രാപ്പർ വെച്ച് ഒന്ന് സൈഡൊന്ന് ലൈൻ പോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ബാക്കി നോസിൽ വർക്കൊന്ന് ചെയ്തെടുക്കാം. ഡബിൾ കളർ ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വൈറ്റും ആ പീച്ച് കളറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഡിസൈനാണ്, ആ വർക്കാണ് ചെയ്യുന്നത്. താഴെയും മുകളിലും ഒരേ ഡിസൈൻ തന്നെയാണ്, 2 ബോർഡറിലും ഒരേ ഡിസൈൻ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. ഇപ്പോൾ ബോർഡർ ഡിസൈൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിലായിട്ട് റോസെറ്റ് ഡിസൈൻ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് റോസ് ചെയ്യാൻ വേണ്ടി ഞാൻ വിപ്പിംഗ് ക്രീമിലോട്ട് ഒരു ഡ്രോപ്പും കൂടെ സൂപ്പർ റെഡ് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 കളർ കിട്ടാൻ വേണ്ടി ഒരു സൈഡിൽ വൈറ്റും പൈപ്പിംഗ് ബാഗിൽ ഒരു സൈഡിൽ പീച്ച് കളറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു 3 റോസ് ചെയ്തെടുക്കാം. അതിൽ ഒരു 3-4 ലീഫും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ കേക്കിൻ്റെ ഡെക്കറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് നേരം നമുക്ക് ഫ്രിഡ്ജിൽ ഒന്ന് സെറ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ കേക്കിൽ നോസിൽ വർക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ കേക്കിൽ കുറച്ചും കൂടെ വർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനിത് ടീച്ചേഴ്സ് ഡേ സ്പെഷ്യൽ കേക്കായിട്ടാണ് റെഡിയാക്കുന്നത്. ഇത് മോക്ക് സ്കൂളിൽ കൊണ്ടുപോകാനുള്ള കേക്കാണ്. അപ്പോൾ ഞാൻ 2 കേക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഒരു കേക്കിൻ്റെ വീഡിയോ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഒന്ന് പിസ്ത കേക്കും ഒന്ന് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കുമാണ് റെഡിയാക്കിയിട്ടുള്ളത്. ഞാനിവിടെ ആൽഫബറ്റിൻ്റെ മോൾഡിൽ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്ത് ആൽഫബറ്റ് കുറച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെ ഈ സൈഡിലായിട്ട് എല്ലാ ലെറ്ററും ഒന്ന് റൗണ്ടിന് ചുറ്റും എല്ലാ ഭാഗത്തും ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ടീച്ചേഴ്സ് ഡേ തീമായോണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നല്ലൊരു ഭംഗിയാണ് നമ്മളുടെ കേക്കിൽ അത് കാണാൻ തന്നെ. പിന്നെ മുകളിൽ ടോപ്പിലായിട്ട് ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്നും ഇതേപോലെ ആൽഫബറ്റിൻ്റെ മോൾഡിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് ഒഴിച്ചിട്ട് ഫ്രിഡ്ജിൽ ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി, പെട്ടെന്ന് സെറ്റായി കിട്ടും. എന്നിട്ട് ഞാൻ പേരും അങ്ങനെയാണ് എഴുതി കൊടുക്കുന്നത്. പിന്നെ മുകളിൽ കുറച്ച് ഷുഗർ ബീറ്റ്സും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ കേക്കിൻ്റെ പണി കഴിഞ്ഞു. പിന്നെ ഒരു കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കേക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കേക്ക് റെസിപ്പിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കേക്ക് ഹാപ്പി ബർത്ത്ഡേ ഒരു തീമിലും റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ടീച്ചേഴ്സ് ഡേ സ്പെഷ്യൽ കേക്ക് റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അതിനടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിടുന്ന വീഡിയോകൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.